ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുടെ പങ്കിനെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല എങ്കിലും ശ്രീധുവിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചു. കരിക്കകം സ്വദേശിയായ ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസനും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് എങ്ങനെയാണ് ഇപ്പോൾ കേസിനെ പരിശോധിക്കുന്നത്, ആരൊക്കെയാണ് സംശയത്തിന്റെ മുൾമുനയിലുള്ളത്, ആരൊക്കെയാകും പ്രതികൾ എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഗോകുൽനാഥ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ജ്യോത്സ്യന് ഈ കേസുമായി എന്താണ് ബന്ധമുള്ളത്? അമ്മയെ പ്രതി ചേർത്തിട്ടില്ല പോലീസ്, പക്ഷേ പ്രതി ചേർക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് സൂചനകൾ പോകുന്നുണ്ടോ? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ഭർത്താവ്, അതായത് ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ദേവിദാസനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ തന്നെ ഇത്തരത്തിൽ ഒരു വിവരം വന്നിരുന്നു, ദേവിദാസനെ കസ്റ്റഡിയിൽ എടുക്കും തുടങ്ങിയ വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വാർത്തയെ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കുടുംബം ചില അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഒക്കെ വെച്ച് പുലർത്തുകയും ചെയ്തിരുന്നു. ശ്രീധുവും അതേപോലെ തന്നെ സഹോദരനും ഇത്തരത്തിൽ ചില അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പല തീരുമാനങ്ങളും എടുത്തിരുന്നത് ഈ പൂജാരി എന്ന് പറയുന്ന ഈ ദേവിദാസനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ദേവിദാസന്റെ അടുത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ദേവിദാസനുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുമുണ്ട്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കുടുംബത്തിന് വലിയ സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്നു. അത് 30 ലക്ഷത്തിലേക്കൊക്കെ ആണ് ആദ്യ ദിവസം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ 50 ലക്ഷം തുടങ്ങിയ ചില കഥകൾ കൂടെ വരുന്നുണ്ട്. ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് ഇപ്പോഴും ആ കാര്യങ്ങളിലൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ കുടുംബം നേരിട്ടിരുന്നു. ഈ സാമ്പത്തിക സ്രോതസ് എവിടെയാണ്? 30 ലക്ഷം രൂപ കാണാനില്ല എന്ന് പറഞ്ഞ് ബാലരാമപുരം പോലീസിനെ സമീപിച്ചിരുന്നു. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പല പരാതികൾ പല പ്രദേശവാസികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത തേടിക്കൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഈ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അറിയാൻ സാധിക്കുന്ന ഇത്തരത്തിൽ ഈ പൂജാരിയുമായി ബന്ധപ്പെട്ട് ഇവർ പൂജാരിക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട് വയ്ക്കാൻ വേണ്ടി പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ശ്രീധു ഒരു വാഹനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വാഹനം ഇട്ടുകൊണ്ടിരുന്നത് ഈ പൂജാരിയുടെ വീട്ടിലാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതിനെ തുടർന്നാണ് പൂജാരിയെ കൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം മുൻപോട്ട് പോകുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും പ്രവചനം, കുട്ടി ഒരു ദുശകനമാണോ തുടങ്ങിയ തരത്തിലുള്ള പ്രവചനം മറ്റോ, നമ്മളിപ്പോൾ ഈ അടുത്ത കാണുന്ന പല കേസുകളിലും ഇത്തരത്തിലൊരു എലമെന്റ് കൂടി വരുന്നുണ്ട്. പൂജാരിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ എന്തെങ്കിലും ഒരു എലമെന്റ് കൂടെ വരുന്നുണ്ട്. അതുകൂടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. ഈ നെയ്യാറ്റിൻകര പ്രദേശം കേന്ദ്രീകരിച്ചു രണ്ടാമത്തെ ഒരു ആഭിചാരവും കുതന്ത്രവും അന്ധവിശ്വാസമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു എലമെന്റ് അങ്ങനെയെങ്കിൽ അത് ദൂരീകരിക്കേണ്ടി വരുന്ന സാഹചര്യം പോലീസിന് മുന്നിലേക്ക് എത്തുന്നുണ്ടോ? ഈ സാമ്പത്തികമായ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടന്നു, അത് ഈ ജ്യോത്സ്യനിലെ റോള്, ജ്യോത്സ്യൻ അതിൽ എത്രത്തോളം ഭാഗവാക്കായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമാണോ അങ്ങനെയെങ്കിൽ? പ്രതീക്ഷ തീർച്ചയായും ഈ എലമെന്റുകളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം ഇതിൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. എന്താണ് ഈ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. അത് എങ്ങനെ കൊന്നു എന്നുള്ളത് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് കാരണമാണ് ഈ 2.5 വയസ്സുകാരിയെ കൊല്ലാൻ പ്രതിക്കുണ്ടായെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതിൽ അമ്മയ്ക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഇതുവരെയും തള്ളിക്കളഞ്ഞിട്ടുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അമ്മയെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ഇവരെ രണ്ടുപേരെയും വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടിയുടെ അമ്മയെ പൂജപ്പുരയിലെ മഹിളാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അത്രയും നേരം തന്നെ അമ്മയും ചോദ്യം ചെയ്യലിന്റെ നിഴലിൽ തന്നെയായിരുന്നു. രാവിലെ പുലർച്ചെ ഇവരെയും ചോദ്യം ചെയ്യാനായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ പോലീസ് സ്റ്റേഷൻ, ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ള സംഘം, റൂറൽ എസ് പി അടങ്ങുന്ന സംഘമുണ്ട്. ഇവർ ചോദ്യം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ 4 പേരെ കൂടാതെ കുട്ടിയുടെ മുത്തശ്ശിയുണ്ട്, അതായത് ശ്രീധുവിന്റെ അമ്മ, അതേപോലെ തന്നെ സഹോദരൻ, പ്രതിയായ സഹോദരനുണ്ട്, അതേപോലെ ശ്രീധുവുണ്ട്, ശ്രീധുവിന്റെ ഭർത്താവിന്റെ പിതാവ്. ഇത്രയും പേരെയാണ് ചോദ്യം ചെയ്തു വരുന്നത്. ഇതിൽ ചില നിർണായക മൊഴികളുണ്ട്. ശ്രീധു താൻ പറഞ്ഞാൽ കേൾക്കില്ല, അത്തരത്തിലാണ് താനുമായി നിരന്തര കലഹമുണ്ടായിരുന്നു. ആ കലഹത്തെ തുടർന്നുകൊണ്ട് തന്നെയാണ് താനും ശ്രീധുവും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞ തരത്തിലാണ് ഇരുവരും കഴിഞ്ഞു വന്നിരുന്നത് ഭർത്താവ് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഭർത്താവ് എന്തായാലും പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തു. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയേണ്ടത് ഇപ്പോഴും ഈ അന്വേഷണവുമായിട്ട് സഹോദരൻ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണത്തിന് അവിടെയാണ് ഈ ജ്യോത്സ്യൻ എന്ന കഥാപാത്രം കൂടി ഈ ദിവസം ഈ കേസിന്റെ ഭാഗമാകുന്നത്. ഈ ജ്യോത്സ്യൻ ഈ കേസിൽ എന്താണ് ബന്ധം? ജ്യോത്സ്യൻ പറഞ്ഞിട്ടാണോ ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്? അവിടെ അമ്മയുടെ പങ്കെന്താണ്? അമ്മയറിയാതെ ഈ കുഞ്ഞിനെ അവിടെ നിന്നും ഹരികുമാർ എടുത്തുകൊണ്ടു പോകാൻ സാധിക്കുമോ? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ജ്യോത്സ്യൻ എന്താണ് ഈ റോള്? പ്രശാന്ത് കൃഷ്ണ ഈ ജ്യോത്സ്യന്റെ ജ്യോതിഷാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ദുരൂഹതയുടെ പല കാഴ്ചകളും നേരിട്ട് പ്രശാന്ത് കൃഷ്ണയ്ക്ക് കാണാൻ കഴിഞ്ഞു. അയൽവാസികളുടെ പ്രതികരണങ്ങളും നമ്മളെ സംബന്ധിച്ചോളം
സംശയം ഉയർത്തുന്ന തരത്തിലായിരുന്നു. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിശദീകരിക്കാൻ. പ്രശാന്ത്, 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് കേസ് എത്തുകയാണ്. കേസിൽ കരിക്കകം സ്വദേശിയായ ഒരു ജ്യോതിഷൻ, ഒരു പൂജാരി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, ചോദ്യം ചെയ്തു വരുന്നു. ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഈ ജ്യോത്സ്യനെ കുറിച്ച് നാട്ടിലുള്ളവർക്കാർക്കും വലിയ അഭിപ്രായമില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ ശംഖുമുഖം ദേവിദാസൻ പ്രദീപ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജ്യോതിഷം പഠിപ്പിക്കണം എന്നാണ് പറയണത്, ക്ലാസ് എടുക്കണം എന്നാണ് പറയണത്. എനിക്ക് നമുക്കറിയാവൂ. ഇത് പണ്ട് സാറായിരുന്നു. ആദ്യം എന്ത് ജോലിയായിരുന്നു? ടീച്ചർ സാറായിരുന്നു, ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിക്കുന്ന സാറായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം ഈ കഥാപ്രസംഗമെല്ലാം നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് മുട്ടക്കച്ചവടമെല്ലാം നടത്തി. അങ്ങനെ മുട്ടസ്വാമി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ഒരുപാട് പേർ ഈ ശംഖുമുഖം ദേവിദാസൻ്റെ ഈ കരിക്കകത്തുള്ള ഈ ജ്യോതിഷം കേന്ദ്രത്തിലേക്ക്, അത് ആൾ താമസിക്കുന്നത് ഇവിടെ തന്നെ, ഇവിടേക്ക് വരാറുണ്ട്. വലിയ പൂജകളെല്ലാം രാത്രിയും അർദ്ധരാത്രിക്ക് ശേഷവുമെല്ലാം ഇവിടെ നടക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പകൽ പൂജയില്ല, രാത്രിയാണ് പൂജ. അത് ഈ മൈക്ക് സെറ്റൊക്കെ വെച്ച് ബോക്സൊക്കെ വെച്ചാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മളിവിടെ രാത്രി ഒരു തട്ടിപ്പുകാരനാണോ? തട്ടിപ്പ് നമുക്ക് കണ്ടെടുത്തോളം നമ്മൾ മനസ്സിൽ നമുക്ക് അന്നേ ഉണ്ട്. എന്നാലും ഇയാൾ ഏതെങ്കിലും ഒരു കുരുക്കിൽ വീഴുമെന്നുള്ള അറിയാം. എന്തുകൊണ്ടാണ്? അങ്ങനെ പ്രവൃത്തി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള പൂജാ രീതികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആഭിചാരക്രിയ പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ടോ? മാത്രമല്ല അതിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനും അതുപോലെ തന്നെ അമ്മാവൻ ഹരികുമാറിനുമെല്ലാം പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഈ ശംഖുമുഖം ദേവിദാസൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായി പോലീസ് കുരുക്കഴിക്കാൻ ശ്രമിക്കുന്ന കാര്യം. ഈ സമീപ ദിവസങ്ങളിലും പൂജകളൊക്കെ നടന്നതിൻ്റെ ചില സൂചനകളുണ്ട്. ഇന്ന് രാവിലെയുമെല്ലാം ചില പൂജകൾ നടന്നിരിക്കുന്നു. അപ്പോൾ ആ സമയത്തായിരിക്കണം ഒരുപക്ഷെ ഈ ശംഖുമുഖം ദേവിദാസനെ ഇവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഈ കുഞ്ഞ് ജനിച്ച ശേഷം അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അവർക്കുണ്ടായി എന്ന് ഈ ശ്രീധുവും അമ്മാവനുമെല്ലാം വിശ്വസിച്ചിരുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിരന്തരം ഈ ശ്രീധുവിൻ്റെ ഈ പൂജാ കാര്യങ്ങൾക്കെല്ലാം ഉപദേശം തേടിയിരുന്നത് ഈ ശംഖുമുഖം ദേവിദാസനോടാണ്. അപ്പോൾ ഒരു പരിഹാര നിർദ്ദേശമായി ശംഖുമുഖം ദേവിദാസൻ ഇത്തരത്തിൽ ഒരു ഉപദേശം നൽകിയിട്ടുണ്ടോ, അത് കുഞ്ഞിനെ ഒഴിവാക്കുക എന്ന ഉപദേശം നൽകിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും അറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു ആഭിചാരക്രിയയുടെ ഭാഗമായി വരുന്ന ഒരു ദുർമന്ത്രവാദം എന്ന നിലയിലേക്ക് ഈ കൊലപാതകം മാറുന്ന നിലയിലേക്ക് എത്തുന്നു. ഈ നാട്ടുകാരെ സംബന്ധിച്ച് ശംഖുമുഖം ദേവിദാസൻ ഒട്ടും നല്ല അഭിപ്രായമുള്ള ആളല്ല. ആളുടെ ഒരു കുടുംബ ചരിത്രം എടുത്താൽ തന്നെ ഈ വീട് ഈ ശംഖുമുഖം ദേവിദാസൻ്റെ ആദ്യത്തെ ഭാര്യയുടെ കുടുംബ വീടായിരുന്നു. ഭാര്യ മരിച്ച ശേഷം ഇയാൾ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്ന ഒരാളുടെ ശരീരം തളർന്നു കിടക്കുന്ന ആളാണ്. ആ ആളുടെ ഭാര്യയെ ഈ ആൾ വിവാഹം ചെയ്യുന്നു. ഈ ശംഖുമുഖം ദേവിദാസൻ വിവാഹം ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഒരുമിച്ച് കഴിയുന്നത് ആ സ്ത്രീക്കൊപ്പമാണ്. ഏതായാലും അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് ശംഖുമുഖം ദേവിദാസൻ ഒട്ടും താല്പര്യമുള്ള ആളായിരുന്നില്ല. മാത്രമല്ല ഏതെങ്കിലും ഇതുപോലൊരു കുരുക്കിൽ ആൾ ഉൾപ്പെടുക തന്നെ ചെയ്യും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. നേരത്തെ മുട്ട കച്ചവടം പ്രദീപ് എന്ന് പേരുള്ളപ്പോൾ മുട്ട കച്ചവടം ശംഖുമുഖത്തും. അതിനു മുമ്പ് അധ്യാപകനായിരുന്നു, ട്യൂട്ടോറിയൽ ന്യൂ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. എന്നെ പഠിപ്പിച്ച സാറാണ്. മറ്റേ കരിക്ക സ്കൂളിന്റെ ഇപ്പുറത്ത്. ഇയാള് പിന്നെ എത്ര വിവാഹം ചെയ്തു? രണ്ട് വിവാഹം ചെയ്തു. ഞാൻ പിന്നെ എന്റെ പെണ്ണിനെയും കൂട്ടി രണ്ട്. ഇന്നലെ രാത്രി വരെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്ക് അമ്മാവനും നേരിട്ടല്ലാത്തൊരു പങ്ക് അമ്മയ്ക്കും എന്ന നിലയിലേക്ക് പോലീസ് എത്തിയെങ്കിൽ രാത്രിയോടെ തന്നെ പോലീസ് ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന ഈ പൂജാരി ജ്യോത്സ്യനെ കുറിച്ചുള്ള തുമ്പുകളിലേക്ക് എത്തിയിരുന്നു. അതാണ് ഇന്ന് രാവിലെ ആയപ്പോൾ ഈ കസ്റ്റഡിയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വഴിത്തിരിവിലേക്കാണ് ഈ കേസ് എത്തുന്നത്. ഇത് വെറും ഒരു കൊലപാതകമാകില്ല എന്ന സംശയത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ക്യാമറ രാകേഷിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പഴയ മുട്ടക്കച്ചവടക്കാരൻ, ട്യൂട്ടോറിയൽ കോളേജിൽ പ്രവർത്തിച്ച ആൾ പ്രദീപ് കുമാർ എന്നയാൾ ഒരു സുപ്രഭാതത്തിൽ ജ്യോത്സ്യനായി മാറുകയാണ്. ദേവിദാസൻ ശംഖുമുഖം എന്ന പേരിൽ വരികയാണ്. അപ്പോൾ വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടാണെന്ന് മനസ്സിലാക്കണം. കാരണം അന്ധവിശ്വാസത്തിന് ആളെ കൊല്ലാം. നമ്മൾ ഐതിഹാസികമായ നിലപാടുകളിലൂടെ, നവോത്ഥാന മൂല്യങ്ങളിലൂടെ ഇത്തരം അന്ധവിശ്വാസങ്ങളെ
പുറത്ത് നിർത്തിയവരാണ് നമ്മൾ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയത്തിൻ്റെ നിഴലിൽ ഈ 2.5 വയസ്സുയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി പ്രതികരണങ്ങൾ തേടാം. വി മോഹൻ, ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ വി മോഹനൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവം കഴിഞ്ഞപ്പോൾ 24 മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോൾ ഒരുപാട് സംശയത്തിൻ്റെ മുനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ കുടുംബം കേന്ദ്രീകരിച്ച്. ഇപ്പോൾ ഇതാ ഒരു പുതിയൊരു കഥാപാത്രം, ഒരു ജ്യോത്സ്യനാണ് വരുന്നത്. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട് ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എന്നുള്ളതാണ്, ശ്രീധുവിന്. അപ്പോൾ ശ്രീധുവും ഈ ജ്യോത്സ്യനുമായിട്ടുള്ള ബന്ധം, പ്രതിക്ക് ഇവിടെയുള്ള ബന്ധം, ഇതൊക്കെ സംബന്ധിച്ച് അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, സംശയിക്കുന്നത്? നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ദാരുണമായ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ. അപ്പോൾ സ്വാഭാവികമായും വീട്ടിലെത്തിച്ചേരുമ്പോൾ ആ വീട്ടിനകത്തുണ്ടായിരുന്ന ചുറ്റുപാടുകൾ നമുക്ക് സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇന്നലെ ബൈറ്റെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയതിന് ശേഷം പോലീസ് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അത് കുട്ടിയുടെ അമ്മാവനാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള അന്വേഷണത്തിൽ അതിലായിരുന്നു എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ ആ ഒരു ഭാഗം പറയുമ്പോഴും പോലീസ് അപ്പോഴും പറയുന്നുണ്ടായിരുന്നു കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങളുടെ ഒരു പ്രതികരണം, അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായം, ഇത് ഏതോ ദുരൂഹത നിലനിൽക്കുന്ന ഒരു വിഷയമാണ് എന്ന് സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായം തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായമായി കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടുതലായിട്ട് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അവിടുത്തെ കൗൺസിലർ സുനിൽ പറഞ്ഞത് ഈ ഹരികുമാർ എന്ന വ്യക്തിക്ക് ഒറ്റയ്ക്ക് കൃത്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പോലീസ് ഹരികുമാറിനെ സമീപിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിചിത്ര ക്യാരക്ടറാണ് ആ വ്യക്തിക്കുള്ളത്. അടിമുടി ദുരൂഹതയാണ്. ഈ അമ്മയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ അതിലും വലിയ ദുരൂഹതകൾ വരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു ജ്യോത്സ്യൻ്റെ റോൾ അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ പല സംശയങ്ങൾ, ഒന്ന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ കുഞ്ഞിനെ ഒഴിവാക്കേണ്ട കാര്യം. കാരണം 2.5 വയസ്സുകാരി മാത്രമാണ്. 2.5 വയസ്സുകാരി എന്തിനു ഒഴിവാക്കണം? മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട്, ആ കുഞ്ഞിലേക്ക് എത്തുന്നില്ല. 2.5 വയസ്സുകാരി ഒരു പ്രതിബന്ധമായി ഇവർക്കിടയിലൊക്കെ മാറിയത് എന്തുകൊണ്ടായിരിക്കാം? അവിടെ ജ്യോത്സ്യൻ്റെ റോളുണ്ടോ? നമുക്കൊരു ഇപ്പോഴും ഒരു അടമൻ സ്റ്റാൻഡിലേക്ക് എത്താനായിട്ടില്ല. കാരണം പോലീസാണ് അന്വേഷിക്കേണ്ടത്. സംശയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ ചർച്ചകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജ്യോത്സ്യൻ്റെ റോൾ എന്താണ്? നാടിനെ അറിയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ആ കുടുംബം നാട്ടുകാരുമായിട്ടൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇനി ഇതിൽ തെളിയേണ്ട ഒരുപക്ഷെ ഒരു വഴിത്തിരിവായി ഈ കേസ് മാറപ്പെടാൻ സാധ്യത എങ്ങനെയാണ്? തീർച്ചയായും ഒരു വഴിത്തിരിവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീട് സന്ദർശിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അവരുമായി സംസാരിക്കുമ്പോഴും ആ ദേശമാകെ പരിശോധിക്കുമ്പോഴും നമുക്ക് അനുഭവപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മരണം സംഭവിച്ചാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു പീഡനത്തിൻ്റെ ലക്ഷണങ്ങൾ സ്വാഭാവികമായും കണ്ടിരിക്കണം. അങ്ങനെയാണ് മിക്കവാറും പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോഴങ്ങനെ സംഭവിച്ചു പോകാറുണ്ട്. പക്ഷേ ഇന്നലെ ആ ബോഡി എടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു മുറിപ്പാടുകളും ആ കുട്ടിയുടെ ശരീരത്തെ ഭാഗങ്ങളിലൊന്നുമില്ലായിരുന്നു. അപ്പോൾ തന്നെ നമുക്കത് ഏകദേശം ഒരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ ഒരു കൊലപാതകം ഒരു മനുഷ്യൻ ചെയ്യണ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. കാരണം ഉണ്ടാവാൻ തീർച്ചയായും ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ നടത്തിയ സാമ്പത്തികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെടുത്തിയാണോ ഇത് എന്നൊരു സംശയം ഇന്നലെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കുട്ടിയുടെ അമ്മ കുടുംബ വീട്ടിൽ തെക്കത് നിർമ്മിക്കുകയും പൂജ നടത്തുകയും ഒക്കെ മുൻകാലങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ദുരൂഹത ആരോപിച്ച് അതുകൊണ്ടാണ്. അതിപ്പോൾ സത്യമായി മാറുകയാണ്. ഇതൊരു വഴിത്തിരിവാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് പൊതുവേ ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നത്. തീർച്ചയായും പോലീസിൻ്റെ അന്വേഷണം സമഗ്രമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന വകയിൽ ആ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും മണിക്കൂറുകൾക്കകം പോലീസ് CCTV പരിശോധിക്കുകയും അവസാനം കിണറ്റിലേക്ക് കുട്ടി ഉണ്ടാകുന്ന സംശയത്തിൽ അങ്ങോട്ട് അന്വേഷണം തിരികുകയും ചെയ്യും. അത് വസ്തുതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്നലെ മെമ്പർ പറഞ്ഞതുപോലെ, സുനിൽകുമാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കൊലപാതകമായിരിക്കാൻ സാധ്യതയില്ല.
ഒരു വീടിനകത്തൊരു മാത്രമല്ല സംഭവം നമുക്ക് ഇങ്ങനെ ചില നടക്കുമ്പോൾ വിചിത്ര കാര്യങ്ങൾ തോന്നുന്നത് അതും ഈ ഒരു പോലീസിന് നൽകുന്ന മരണാനന്തര മൊഴികൾ പ്രകാരമാണ്. ഈ പ്രതി പറയുന്നതാണ്, ഹരികുമാർ പറയുന്നു. ഹരികുമാറിനെ ഒന്ന് നമുക്ക് നോക്കുമ്പോഴൊക്കെ തന്നെ ചില കാര്യങ്ങൾ, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ അങ്ങനെയൊക്കെ നോക്കുന്നു. ഒരു മറ്റേതെങ്കിലും തരത്തിലൊരു കുറ്റബോധമില്ല, പ്രകടിപ്പിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചുകൊള്ളൂ എന്ന് പോലീസിനോട് തട്ടിക്കയറുന്നു. പിന്നീട് വിശദമായ പരിശോധനകൾ പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് തുടങ്ങി പോലീസ് പോകുമ്പോൾ ഈ ശ്രീതുമായി ബന്ധപ്പെട്ട്, കാരണം അപ്പുറത്ത് ഇവർ തമ്മിൽ വീഡിയോ കോൾ ചെയ്യുന്നു. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, അപ്പുറത്തെ മുറികൾ ഇപ്പുറത്തെ മുറിയാണെങ്കിലും വീഡിയോ കോൾ ചെയ്തതായിട്ട് കാണുന്നു. പല പല നിർണായകമാകുന്ന വാട്സാപ്പ് ചാറ്റുകളൊക്കെ പോലീസിന് ലഭ്യമാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എവിടെയൊക്കെ ഒരു കുഴഞ്ഞ് മറിയുന്ന ഒരു രീതിയാണ് അല്ലേ? തീർച്ചയായും നമ്മളൊരു പ്രൊഫഷണൽ കില്ലറെ പോലെയാണ് ഇന്നത്തെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുന്നത്. അയാൾക്കൊരു രൂപഭാവവും ഒരു മുഖത്തിലൊരു വ്യത്യാസവും ഇല്ലാതെയാണ് അയാൾ ഇന്നലെ നമ്മളകത്ത് പോകുമ്പോഴുമൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കാനും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്നതിനും തയ്യാറായിട്ടുള്ളത്. നമുക്ക് തീർച്ചയായും അറിയാമെന്നുള്ള ആളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ആരോ എന്തോ പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഒരു ദുരൂഹത ഇതിനകത്തുണ്ട് എന്ന് പറയുന്നതിന് കാരണം തൊട്ടടുത്ത വീടിൻ്റെ കൊലപാതകം നടന്ന വീടിൻ്റെ തൊട്ട് പുറകിലായ ഒരു ഷെഡിനകത്ത് 3 കയറുകൾ ഇങ്ങനെ കുരുക്കിട്ട് വെക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികത വഴിതിരിച്ചു വിടുന്നതിനോ അല്ലാതെ ബോധപൂർവമായിരിക്കാം എന്നുള്ളതാണ്. ഇത് നമ്മൾ പോലീസിനോട് ഈ വിഷയം സൂചിപ്പിച്ചതാണ്, പോലീസ് അത് നോട്ട് ചെയ്തതാണ്. അപ്പോൾ അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാട്ടുകാരുടെ ആകാംക്ഷ അല്ലെങ്കിൽ അവരുടെ പരാതികൾ പോലീസ് പരിഗണിച്ചു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ശ്രീ വി മോഹനൻ, നമുക്ക് ചില സമീപകാലത്തെ കേസുകളൊക്കെ പരിശോധിക്കുമ്പോൾ അന്ധമായ വിശ്വാസം, നമ്മൾ എത്രയും പുരോഗമനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. നമ്മളൊരു സ്ഥലത്തെയോ അല്ലെങ്കിൽ മറ്റു രീതിയോ അല്ല പറയുന്നത്. ഈ അടുത്തിടയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ള കേസുകൾ ആ നാടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം നമുക്ക് വേണം, വിശ്വാസത്തിൽ ഊന്നി പിടിക്കണം. പക്ഷേ അതിനപ്പുറത്തേക്ക് അന്ധവിശ്വാസങ്ങൾ പരിപോഷിപ്പിക്കുന്ന തരത്തിലേക്ക്, കാരണം ഇന്നലെ വരെ മുട്ടക്കച്ചവടം നടത്തിയിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ വന്നങ്ങ് പിറവിയെടുക്കുകയാണ്, ആ ദിവ്യരൂപം പോലെ. അപ്പോൾ അദ്ദേഹം നടത്തി വന്നത് ആഭിചാര ക്രിയകളാണോ? അവിടെ നാട്ടുകാർക്ക് പോലും സമീപവാസികൾക്ക് പോലും അറിയുന്നില്ല ആ ഇടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിലൊരു മെസ്സേജായി മാറേണ്ടതല്ലേ? ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടക്കേണ്ടതല്ലേ? കാരണം മരണത്തിലേക്ക് പോലും വഴിവെക്കുന്ന തരത്തിലേക്ക് ദുർബലമായ മനസ്സുകളെ കൊണ്ടുചെന്ന് ചാടിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇത് മാറുന്നുണ്ടെങ്കിൽ അപകടകരമല്ലേ ഇത്? തീർച്ചയായും തന്നെയാണ്. ഇത് സമൂഹം ഒന്നാകെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്ത്യക്ക് മാതൃകയായി കേരള സംസ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമതാണ്. എല്ലാവരും സാക്ഷരരാണ്. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് അന്ധവിശ്വാസം കൂടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ കാലത്ത് അപേക്ഷിച്ച് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ എണ്ണം അമിതമായി വർദ്ധിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ വിശ്വാസം ആവശ്യമാണ്. മനുഷ്യന് നേർവഴിക്ക് മുന്നോട്ട് പോകുന്നതിന്, നയിക്കപ്പെടുന്നതിന് വിശ്വാസം ആവശ്യമാണ്. പക്ഷേ അന്ധവിശ്വാസമായി പോയാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമായി മാറുമെന്നുള്ളതാണ്. ഒരു മദ്യപാനി അയാളുടെ ബോധം നശിച്ചു പോയാൽ അയാളുടെ ബോധം ഒരു ദിവസം കൊണ്ട് തിരിച്ചു കിട്ടും. പക്ഷേ അയാൾ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോയാൽ ജീവിതം മൊത്തം അതിലകപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞത് ഈ ഒരു ജ്യോതിഷാലയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ പഠിച്ച് അതിൻ്റെ പഠനക്രമങ്ങൾ പൂർത്തിയാക്കി ആ വഴിക്ക് വന്നിട്ടാണ് കൃത്യമായ സന്ദേശങ്ങൾ, ജ്യോതിശാസ്ത്രത്തിന് കൃത്യമായ എന്താ പറയുക വ്യവസ്ഥകളും വിവക്ഷകളുമുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് അങ്ങ് രൂപം പ്രാപിക്കുകയാണ്. എന്താ പറയുക, പരകായ പ്രവേശനം പോലെ മാറുകയാണ്. അപ്പോൾ സംശയിക്കേണ്ട പല കാര്യങ്ങളും അയൽവാസികൾ ഈ ജ്യോത്സ്യനെ കുറിച്ചും പറയുന്നുണ്ട്. ഇന്ന് കുപ്രസിദ്ധി നേടിയ പല ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് പൂജാരിമാരെ സംബന്ധിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ കൂലിപ്പണി ചെയ്തും മുട്ടക്കച്ചവടം നടത്തിയും അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ജീവിച്ചവരാണ്. ഒരു സുപ്രഭാതത്തിൽ പൂജാരിമാരാവുകയാണ്. അതിനുവേണ്ടി അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അത് വിശ്വസിക്കുന്നൊരു സമൂഹമായി മാറുന്ന അവസ്ഥ നമുക്കിപ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് ആർക്കും എന്തും ആകാമെന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആൾക്കാർ ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകിൽ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും കാതലായ വിഷയമായി എടുത്ത് പറയുന്നത്. സമൂഹത്തിന് ദോഷമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വിശ്വാസമാകാം, അന്ധവിശ്വാസം അരുതാത്തതാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ വി മോഹനൻ, ബാലരാമപുരം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്.